ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അലീന ആൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഇത് നമ്മുടെ ഡയമണ്ട് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ അടുത്ത പാർട്ട് ഞാൻ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ ഈ സ്റ്റോറിയുടെ ഒരു ഹോട്ട് പോർഷൻ ഞാൻ നമ്മുടെ ഒരു ടെലഗ്രാം ചാനൽ, പ്രൈവറ്റ് മെമ്പേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലായിരിക്കും ഇടുന്നത്. അപ്പോൾ മെമ്പേഴ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിവിടെ കയറി ജോയിൻ ചെയ്താൽ ആ ഹോട്ട് പോർഷൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് കടക്കാം. മുത്തശ്ശിയും ഞാനും. എൻ്റെ പേര് രാജീവ് കുമാർ. എല്ലാവരും രാജു എന്ന് വിളിക്കും. എറണാകുളം സ്വദേശിയായ ഞാൻ 52 വയസ്സ് കഴിഞ്ഞ ഒരു ബാച്ചിലറാണ്. വിവാഹം കഴിക്കാത്തത് എന്താ എന്ന് പണ്ട് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ശരിക്കും ഒരു വിവാഹം കഴിച്ച് ഒരു പെണ്ണിൻ്റെ മാത്രമാകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഇന്ന് ഞാനൊരു ഫോറിൻ ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിലാണ്. എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാറുണ്ട്. പോയി കഴിഞ്ഞാൽ 2-3 ആഴ്ച കറക്കമാണ്. പോയി വരുന്നത് വരെ എൻ്റെ കാർ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിടും. പ്രത്യേകിച്ചൊരു ജോലിയൊന്നും എനിക്കില്ല. ദൈവം സഹായിച്ച് ധാരാളം സ്വത്തുക്കൾ എൻ്റെ പേരിൽ കാരണവന്മാരെഴുതി തന്നതിനാൽ ഒരു ജോലിക്കും പോകാതെയുള്ള ഒരു സുഖലോല ലൈഫാണ് എൻ്റേത്. ഇത്തവണ പോകുന്നത് ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ട്രിപ്പിനാണ്. ഒറ്റയ്ക്കല്ല പോക്ക്. ഇത്തവണ എൻ്റെ കൂടെ ഒരു ഐറ്റമുണ്ട്. അവൾ PG ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. കഷ്ടിച്ച് ഒരു 23 വയസ്സ് കാണുമായിരിക്കും. പേര് മീര. എൻ്റെ പകുതി പ്രായം പോലും ഇല്ലാത്ത ഒരു കൊച്ച്. പക്ഷേ ജീവിതത്തിൽ പ്രായോഗികമായി ചിന്തിക്കുന്ന മിടുക്കിക്കുട്ടിയാണ്. മീരയ്ക്ക് അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല എന്നാണ് ഇവളെ അറേഞ്ച് ചെയ്തു തന്ന ബ്രോക്കർ വിൻസെൻ്റ് പറഞ്ഞത്. വിൻസെൻ്റ് ഒരു ഹൈ ക്ലാസ് പിമ്പാണ്. രാഷ്ട്രീയക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും വൻകിട ബിസിനസ്സുകാർക്കുമെല്ലാം ഇതുപോലുള്ള കിളികളെയൊക്കെ മുട്ടിച്ചു കൊടുക്കുന്ന ഒരു റോയൽ പിമ്പ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എല്ലായിടത്തും നല്ല ഹോൾഡാണ്. എൻ്റെ സുഹൃത്തായ റോബർട്ട് വഴിയാണ് വിൻസെൻറ്റിനെ എനിക്ക് പരിചയം. റോബർട്ട് ഒരു വലിയ പണച്ചാക്കാണ്. കള്ളിനും പെണ്ണിനും വേണ്ടി അവൻ പൊടിച്ചു കളയുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ എറണാകുളത്ത് ഒരു വലിയ ഷോപ്പിംഗ് മോൾ പണിയാം. റോബർട്ടിന് പ്രായം 55 കഴിഞ്ഞെങ്കിലും മീരയെ പോലുള്ള കാണാൻ അതിസുന്ദരികളായ കോളേജ് സ്റ്റുഡൻസാണ് അവന് ഏറ്റവും ഇഷ്ടം. പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സിനിമ സീരിയൽ നടിമാരും. അവന് പടം പിടുത്തം വരെയുണ്ട്. അതൊക്കെ മെയിനായിട്ടും ഇതിനു വേണ്ടി തന്നെയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന മീരയെ കാണാനായിട്ട് ബോളിവുഡ് സിനിമാ നടി കൃതി സനോണിൻ്റെ ഫേസ് കട്ടാണ്. ഒരു കിടിലൻ ചരക്കാണ് മീര. ജീവിതത്തിൽ ആരോടും കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും വയ്ക്കാതെ ക്യാഷ് എങ്ങനെയെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പെൺകുട്ടി. അത്യാവശ്യം മോഡലിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആപ്പ ആളുകളുടെ കൂടെയൊന്നും അവൾ പോകില്ല. നല്ല ക്യാഷുള്ള പാർട്ടിയുടെ കൂടെയേ അവൾ പോകൂ. ഇപ്പോൾ തന്നെ അവളുടെ 7 ദിവസത്തെ ഫുൾ ചെലവടക്കം അവൾക്ക് 1 ലക്ഷമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് കളിക്കും അവൾ റെഡിയാണ്. റേറ്റ് കൂടുതലാണെങ്കിലും വാങ്ങുന്ന കാശിനോട് നന്നായി കൂറ് കാണിക്കുന്നവളാണ് അവളെന്നാണ് വിൻസെൻ്റ് പറഞ്ഞത്. അതവിടെ ചെന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. എൻ്റെ ഇപ്പോഴത്തെ ട്രിപ്പ് മലേഷ്യയിലേക്കാണ്. വരുന്ന വഴിക്ക് മീരയെ പിക്ക് ചെയ്ത് എയർപോർട്ടിലോട്ടുള്ള യാത്രയാണ്. അവളുടെ ചുവന്ന ചുണ്ടുകൾ കാണുമ്പോൾ എനിക്കൊന്ന് കിസ്സ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ കാറിലിരുന്ന് കിസ്സ് ചെയ്യേണ്ട എന്നാണ് റോഡിൽ എല്ലായിടത്തും ഫിറ്റ് ചെയ്തിരുന്ന ക്യാമറ പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്തായാലും ഇന്ന് മലേഷ്യ ചെന്നിട്ട് ഇവളെ പൊളിക്കണം. ഞാൻ ചോദിച്ചു, മീര ഇതിനു മുൻപ് മലേഷ്യ പോയിട്ടുണ്ടോ? മീര: ഇല്ല, ഇതാദ്യമാണ്. ഞാൻ: ഫോറിൻ ട്രിപ്പ് ആദ്യമാണോ? മീര: അല്ല, മുൻപ് ബാങ്കോക്ക് പോയിട്ടുണ്ട്, അങ്കിളിനെ പോലെ ഒരാളുമായി. ഞാൻ:
ഈ അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ എന്തോ നമ്മൾ തമ്മിൽ ഒരു വലിയ അന്തരം പോലെ. മീര എന്നെ രാജു എന്ന് വിളിച്ചോളൂ, എനിക്ക് അങ്ങനെ കേൾക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. മീര: ശരി രാജു. ഞാൻ: എന്നിട്ട് ബാങ്കോക്ക് ഇഷ്ടമായോ? മീര: ഓ, നമ്മൾ പ്രധാനമായും അതിന് സ്ഥലം കാണാനല്ലല്ലോ ഇങ്ങനെയുള്ള പോക്ക് പോകുന്നത്. എന്നെ അന്ന് കൊണ്ടുപോയ ആൾക്ക് ഒരുപാട് ഫാൻറ്റസികളൊക്കെ ഉണ്ട്. ഒരു നാടനും വിദേശിയും ഒരേ സമയത്ത് മൂപ്പരുടെ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യത്തെ 2 ദിവസം. അതിനായിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു റഷ്യൻ ഗേളിനെ ഏർപ്പാട് ചെയ്തിരുന്നു. ഞാൻ: മീര അതിനൊക്കെ വില്ലിങ് ആയിരുന്നു? മീര: ചോദിക്കുന്ന കാശ് കിട്ടിയാൽ പിന്നെ നമുക്കെന്താ ചേട്ടാ പ്രശ്നം? ഞാൻ എന്തായാലും റഷ്യക്കാരിയെയും ഉക്രൈൻകാരിയെയും ഒന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല കേട്ടോ. മീര വക ഒരു ചിരി. ഉഫ്, ചിരിക്കുമ്പോൾ ഇവൾക്ക് ഒന്നുകൂടെ ഭംഗിയാണല്ലോ. പക്ഷേ ഇവൾ സ്മാർട്ടായ കുട്ടിയാണ്. ഇങ്ങനെ ഒരുമിച്ച് വരുന്നതിന് മുൻപ് എൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവളെ കാണിക്കേണ്ടി വന്നു. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒന്നുമില്ല എന്നുള്ള അവളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എനിക്കും തന്നു. ഞാൻ വേറെ എന്തോ പറയാൻ തുടങ്ങിയതും ദൂരെ ഒരു പയ്യൻ നിന്ന് ലിഫ്റ്റ് അടിക്കാൻ കൈ കാണിക്കുന്നു. ഒരു 18-20 വയസ്സ് തോന്നിക്കും. ഞാൻ കാറ് സൈഡിൽ ഒതുക്കി. അവൻ്റെ കയ്യിൽ ലഗേജൊക്കെ ഉണ്ട്. കാറിൽ കയറിക്കോളാൻ ഞാൻ ആംഗ്യം കാണിച്ചു. അവൻ കാറിൽ കയറിയിരുന്ന ശേഷം ചേട്ടാ നേരെയാണോ എന്ന് ചോദിച്ചു. ഞാൻ: ഇയാൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അവൻ: ഞാൻ എയർപോർട്ടിലോട്ടാ, എന്നെ എയർപോർട്ട് റോഡിൻ്റെ അടുത്തിറക്കിയാൽ മതി. ഞങ്ങളും അങ്ങോട്ടേക്കാ. പിന്നീട് പരസ്പരം പരിചയപ്പെടലായിരുന്നു. അവൻ്റെ പേര് അഭിഷേക് എന്നാണ്. ബിടെക് പഠിക്കുന്ന പയ്യനാണ്. ഇപ്പോൾ ഒരു സോളോ ട്രിപ്പ് മലേഷ്യക്ക് അടിക്കുവാണ്. അവൻ്റെ പപ്പയും മമ്മിയും കൊടുക്കുന്ന പോക്കറ്റ് മണി ആവും. അല്ലാണ്ട് പഠിക്കുന്ന പയ്യൻ്റെ കയ്യിൽ എവിടുന്നാ ഇത്രയും ക്യാഷ്? ഞാൻ മനസ്സിൽ കരുതി. ഇനിയിപ്പോൾ ഫ്ലൈറ്റിലും ഇവൻ ഉണ്ടാകും. എയർപോർട്ട് എത്തി. ബോർഡിംഗ് പാസ് എല്ലാം എടുത്ത് ക്ലിയറൻസ് കഴിഞ്ഞ് ഞാനും മീരയും വെയിറ്റിംഗ് ആണ്. ഇനി 2 മണിക്കൂറോളം എയർപോർട്ടിൽ ഇരിപ്പാണ്. മീര: കാറിൽ കയറിയ പയ്യൻ പിറകിലിരുന്ന് എന്നെ ഒളി കണ്ടിട്ട് നോക്കുമായിരുന്നു. എനിക്ക് റിയർ വ്യൂ മിററിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാനും ഇടയ്ക്ക് നോട്ടം കൊടുത്തു. ഞാൻ: അവൻ്റെ പ്രായം അതല്ലേ, പോരാത്തതിന് കാണാനൊരു റോമിയോ ലുക്കും. മീര: ദേ അവൻ നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അഭിഷേക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവൻ്റെ നോട്ടം സ്ട്രെയിറ്റായി മീരയിലേക്കാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും അവളെ ഒന്ന് നോക്കിപ്പോകും. അഭി: ക്വാലാലംപൂരിൽ തന്നെയല്ലേ സ്റ്റേ? ഞാൻ: അതേല്ലോ, ട്രോപ്പിക്കാന റെസിഡൻസിയിലാണ് ഞങ്ങളുടെ ഹോട്ടൽ. അഭി: ഞാനും അവിടെ തന്നെയാണ്, ട്വിൻ ടവറിനടുത്ത്. ഓ, ഇനി അവനെ അവിടെയും സഹിക്കണമല്ലേ? ഞാൻ മനസ്സിലോർത്തു. ആളിത്തിരി ഓവർ സ്മാർട്ടാണെങ്കിലും എന്തോ എനിക്ക് അവനോടൊരിഷ്ടം തോന്നി. ഞങ്ങൾ 2 പേരും മാത്രമുള്ളതുകൊണ്ട് മീര എൻ്റെ മകളാണോ ഭാര്യയാണോ എന്നൊക്കെ അവൻ അറിയണമെന്നുണ്ട് എന്നുള്ള ജിജ്ഞാസ അവൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഞാൻ: അഭി ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഞാൻ സത്യത്തിൽ അവിടെ നിന്നൊന്ന് മാറിയതാണ്. പയ്യൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് മീരയുമായി കുറച്ചു നേരം സൊള്ളിക്കോട്ടെ. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാണ് തിരികെ ചെന്നത്. മീരയും അഭിയും കൂടി കാര്യമായി എന്തോ പറയുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് ചെന്നതും അഭിക്കൊരു കോള് വന്നതും ഒരുമിച്ചായിരുന്നു. അഭി ഫോണെടുത്ത് കുറച്ച് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. മീര എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ ചോദിക്കുക ഞാൻ രാജുവിൻ്റെ വൈഫാണോ എന്ന്. ഞാൻ ചിരിച്ചു. ആഹാ, എന്നിട്ട് മീര എന്തു പറഞ്ഞു? വൈഫല്ല, ഫ്രണ്ട്സാണ്, ബിസിനസ് മീറ്റിങ്ങിന് കൂടെയായിട്ട് മലേഷ്യ പോകുക എന്ന് പറഞ്ഞു. ഞാൻ: അതങ്ങനെ ഇരിക്കട്ടെ. അഭി ഫോണിൻ പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വന്നു. ഞാൻ: ആരാ, ഗേൾ ഫ്രണ്ട് ആയിരുന്നോ ഫോണിൽ? അഭി: ഏയ്, ഇതെൻ്റെ ഗ്രാൻഡ് മോം ആയിരുന്നു, അമ്മയുടെ അമ്മ. അമ്മമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എയർപോർട്ടിൽ എത്തിയോ എന്ന് ചോദിക്കുമായിരുന്നു. അമ്മമ്മയാണ് എനിക്ക് ട്രിപ്പ് പോകാനുള്ള ഫണ്ടൊക്കെ തന്നത്. അമ്മമ്മയ്ക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഞാൻ ചോദിച്ചു, എന്താ അമ്മമ്മയുടെ പേര്? അഭി: ജാനകി.
എൻ്റെ ഏതാഗ്രഹവും അമ്മമ്മ സാധിച്ചു തരും. ഞാൻ ഒന്ന് മൂളി. അവനത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യം ഒന്നോർത്തു. ഇവൻ്റെ ഏതാണ്ട് ഈ പ്രായത്തിൽ എനിക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന അമ്മുമ്മയുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മ സേതുലക്ഷ്മി അമ്മ. ഞാൻ സേതു എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള സമയമായി. ഞാനും മീരയും അഭിയും പുഷ്പക വിമാനത്തിലേക്ക് കയറാനുള്ള വിമാനത്തിൽ കയറി. എനിക്ക് വിൻഡോ സീറ്റാണ്. മീര നടുക്ക്. അങ്ങേയറ്റത്തേതോ ഒരു സിംഗാണ്. അഭിയുടെ സീറ്റ് ഈ പരിസരത്തെങ്ങുമല്ല. അവൻ വളരെ പിറകിലാണ്. ഇനി ഒരു 4-4.5 മണിക്കൂർ ഫ്ലൈറ്റിലാണ്. വിമാനം റൺവേയിലൂടെ അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ട് ആകാശ തടാകത്തിലേക്ക് ഊളിയിട്ട് പറന്നു. കാഴ്ചയിൽ നിന്ന് താഴെയുള്ള വലിയ കെട്ടിടങ്ങൾ അകന്നകന്നു പോയി ഒരു പൊട്ടിൻ്റെ മാത്രം വലിപ്പമായി. ക്രമേണ അതും മാഞ്ഞു. മേഘങ്ങളെ തഴുകിയുള്ള വിമാനഭീമൻ്റെ യാത്രയിൽ വിൻഡോയിലൂടെ പാറിപ്പറന്ന് നടക്കുന്ന മേഘക്കുട്ടന്മാരെ ഞാൻ വീക്ഷിച്ചു. ഒറ്റയ്ക്കിരിക്കുമ്പോഴും ദീർഘദൂര യാത്രകളിലുമാണല്ലോ സാധാരണയായി നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്ത് മുഴുകിയിരിക്കുന്നത്. അഭിക്ക് എല്ലാം സാധിച്ചു കൊടുക്കുന്ന മുത്തശ്ശിയെപ്പോലെ എനിക്കുണ്ടായിരുന്ന എൻ്റെ സേതുവിനെക്കുറിച്ച് ഞാൻ ഓർത്തു. ഞാനിപ്പോൾ പൂശാൻ കൊണ്ടുപോകുന്ന മീര എൻ്റെ ജീവിതത്തിൽ ഞാൻ കളിക്കാൻ പോകുന്ന 99ാമത്തെ പെണ്ണാണ്. സെഞ്ചുറി തികയ്ക്കുന്നതിന് തൊട്ടു മുൻപുള്ള സെമി ഫൈനലായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടേക്കുന്നത്. സെഞ്ചുറി അടിക്കാൻ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അത് വഴിയേ പറയാം. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കളിച്ച ആളാരെന്നല്ലേ? ഒരു 34 വർഷം മുമ്പ് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ പരിപാടി നടക്കുന്നത്. അതും എൻ്റെ എല്ലാമായ സേതുവുമായിട്ട്. വർഷം 1990. അന്നത്തെ 18 വയസ്സുള്ള പൊടിമീശക്കാരൻ രാജീവ് കുമാർ എൻ്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ. എൻ്റെ സേതുലക്ഷ്മിക്ക് അന്ന് 51 വയസ്സാണ് പ്രായം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ 1939 ജനിച്ച സേതുവിൻ്റെ കല്യാണം കഴിഞ്ഞത് 14-ാം വയസ്സിലായിരുന്നത്രേ. അത് കേട്ട് ഞാൻ അന്നൊക്കെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. 1950കളിൽ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് സേതു പറഞ്ഞത്. ഇന്നാണെങ്കിൽ വിവാഹത്തിന് 18 തികയണമെന്നാണ് നിയമം. ദിവാകരൻ എന്നായിരുന്നു മുത്തച്ഛൻ്റെ പേര്. അന്നത്തെ അവരുടെ കല്യാണ ഫോട്ടോ എന്നെ കാണിച്ചിട്ടുണ്ട്. വലിയ ക്ലാരിറ്റി ഇല്ല. ഒരു കൊമ്പൻ മീശക്കാരനും ഒരു കുറുമ്പത്തിയും എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കാറുണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. സേതു നല്ല വെളുത്തു തുടുത്ത ഒരു സുന്ദരിയായിരുന്നു ഞാൻ കാണുമ്പോൾ. 51 വയസ്സാണെങ്കിലും കണ്ടാൽ 40-42 വയസ്സ്. അതിനപ്പുറം പറയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 വർഷം മുത്തശ്ശനും മുത്തശ്ശിക്കും മക്കളില്ലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊരു 4 വയസ്സുണ്ടായിരുന്നപ്പോൾ അഡോപ്റ്റ് ചെയ്തതാണ്. അമ്മയും വളരെ നേരത്തെ തന്നെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അമേരിക്കയിലായിരുന്നു. മുത്തശ്ശൻ മരിച്ച് ഒറ്റയ്ക്കായ സേതുവിന് ഒരു കൂട്ടായി പിന്നീട് ഞാൻ നാട്ടിലേക്ക് വന്നു. എൻ്റെ ഡിഗ്രി പഠനമെല്ലാം പിന്നീട് നാട്ടിലായിരുന്നു. അമ്മുമ്മയും അപ്പൂപ്പനെയും കുഞ്ഞിലേ കണ്ട ഓർമ്മയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. 18-ാം വയസ്സിൽ നാട്ടിൽ വന്നതിന് ശേഷമാണ് സേതുവുമായി കൂടുതൽ കൂട്ടാകുന്നത്. ഞങ്ങളുടെ തറവാട് വീട് വളരെ വലുതായിരുന്നു. അവിടെ ഞാനും സേതുവും തനിച്ച്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന എനിക്ക് എല്ലാം ഒരു ഫോർവേഡ് ചിന്ത ആയിരുന്നു. അന്നത്തെ പ്രായത്തിൽ കുത്സിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായി കുറച്ച് മാർഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഇക്കിളി സിനിമകൾ, അല്ലെങ്കിൽ കൊച്ചു പുസ്തകം. ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഉണ്ണിത്താനാണ് ആദ്യമായി കൊച്ചു പുസ്തകം എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. ഉണ്ണിത്താൻ്റെ സംശയം രസകരമാണ്. അമേരിക്കയിൽ നമുക്ക് തോന്നുന്നവരെ എല്ലാം പിടിച്ചുമ്മ വെക്കാമല്ലോടാ. ഞാൻ ചിരിച്ചു പോയെന്ന്. അങ്ങനൊന്നും പറ്റില്ലടാ. സ്ഥിരം കൊച്ചു പുസ്തകം വായിച്ച് എനിക്കന്ന് ലഹരിയായി. ആ വലിയ വീട്ടിൽ സേതു അല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഇടയ്ക്ക് സേതുവിനെ സഹായിക്കാൻ വരുന്ന അമ്മണിച്ചേട്ടത്തിയുണ്ട്. എനിക്ക് പെൺപിള്ളേരുമായി അങ്ങനെ സഹവാസമൊന്നുമില്ലായിരുന്നു. ചെറിയ മുറി ബീഡി വലിക്കാൻ ഉണ്ണിത്താൻ എന്നെ പഠിപ്പിച്ചു.
ഞാൻ ആരും കാണാതെ വലിക്കും. ഞങ്ങളുടെ തറവാട്ട് വക കുളമുണ്ട്. ഇടയ്ക്ക് അവിടെ മാറി നിന്ന് ഞാൻ വലിക്കും. കുളത്തിനോട് ചേർന്ന് പടിപ്പുരയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു സംഭവമുണ്ടായി. പതിവ് പോലെ ഉണ്ണിത്താൻ തന്ന ഒരു സ്വയംഭൻ കൊച്ചു പുസ്തകം വായിച്ചുള്ള കൈപ്പണിക്ക് ശേഷം ഒരു മുറി ബീഡി വലിക്കാനായി ഞാൻ കുളത്തിൻ്റെ അരികിൽ ചെന്നു. ബുക്കിലെ വായിച്ച രംഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി. മനസ്സ് വീണ്ടും അസ്വസ്ഥമാവുകയായിരുന്നു. ബീഡി കത്തിക്കാൻ തുടങ്ങിയ സമയം കുളത്തിൽ ഒരനക്കം കേട്ട് ഞാൻ നോക്കി. സേതു നീരാടുകയാണ്. ഒരു നേരിയത് മാത്രം ഉടുത്താണ് നീന്തൽ. ബാക്കിലോട്ട് കൈ കറക്കിയുള്ള നീന്തലിൽ കരിക്കുകളെല്ലാം മുൻപോട്ട് തള്ളുന്നുണ്ട്. ഞാൻ സേതുവിൻ്റെ നീരാടൽ കണ്ട് രസിച്ചു നിന്നു. എപ്പോഴും മുടി കെട്ടി ഒതുക്കി സാരി അണിഞ്ഞ് പൊട്ട് തൊട്ട് നിൽക്കുന്ന സേതുവിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കാഴ്ചയ്ക്ക്. എന്ത് സുന്ദരിയാണ് സേതു. 50 കഴിഞ്ഞു എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. നീന്തുമ്പോൾ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്നത് കാണുമ്പോൾ മീൻ പിടയ്ക്കുന്നത് പോലെയുണ്ട്. നീരാട്ട് കഴിഞ്ഞ് പടവുകളിലേക്ക് നടന്ന് കയറിയ സേതുവിനെ ഞാൻ അടിമുടി നോക്കി. എപ്പോഴും ഇങ്ങനെ നീന്തി കുളിക്കുന്നത് കൊണ്ടാവും നല്ല ബോഡി സ്ട്രക്ചർ. എന്താ ഒരു സൗന്ദര്യം. പണ്ട് കാലത്തുള്ള ആളുകൾ മായം കലരാത്ത ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് നല്ല ആരോഗ്യവും ഉണ്ടാകും. സേതുവിനെല്ലാം ഉണ്ട്. ആവശ്യത്തിൽ കവിഞ്ഞുള്ള മുഴുപ്പും കൊഴുപ്പുമുണ്ട് സേതുവിന്. പടവുകൾ കയറും തോറും ദേഹത്ത് നിന്നുള്ള വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നു. എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ നേരെ റൂമിലേക്ക് പോയി. ടേബിളിൽ ഉണ്ണിത്താൻ തന്ന ഒരു കൊച്ചു പുസ്തകം ഇരിക്കുന്നു. അതിൽ വായിക്കാൻ വിട്ടുപോയ കഥ. പ്രീ ഡിഗ്രി പഠിക്കുന്ന ഗോപുവിൻ്റെയും അവൻ്റെ ടീച്ചറുടെയും കഥ. അതിൻ്റെ ഓരോ വരികളും കണ്ണിമ വെട്ടാതെ ഞാൻ വായിച്ചു തുടങ്ങി. മനസ്സിലപ്പോഴും സേതുവിൻ്റെ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഈറനണിഞ്ഞ രൂപമായിരുന്നു മനസ്സിൽ. ഈ സ്റ്റോറിയുടെ ബാക്കി ഞാൻ അടുത്ത സൺഡേ അല്ലെങ്കിൽ മൺഡേ അപ്ലോഡ് ചെയ്യും. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി ഒരു ഹോട്ട് പോർഷൻ പ്രൈവറ്റ് മെമ്പേഴ്സിന് വേണ്ടിയുള്ള ഡയമണ്ട് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പം ആ ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യണം. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, ആൻസി.